ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ഗ്രാനി ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഗെയിമിങ് കുറച്ച് പണിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറച്ച് ദിവസമായി ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ വീണ്ടും നമ്മൾ ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം അതായത് ഗ്രാനി അമ്മൂമ്മ നമ്മളെ എന്താക്കുന്നുള്ളത് അറിയത്തില്ല. ഒരു കാഴ്ചയുടെ അടുത്ത ആവാറായി തോന്നുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് തോന്നുന്നുണ്ട് ഗെയിമിങ്ങിൻ്റെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് ആ വീഡിയോ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇടാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് തകർക്കും. നമ്മുടെ ഗ്രാനി അമ്മൂമ്മയിൽ നിന്നും എസ്കേപ്പ് അടിച്ച് ഒരുവിധം ഞാൻ ഗെയിമിങ്ങിൻ്റെ ഉള്ളിലോട്ട് എത്തും, അല്ലെങ്കിൽ ആ ഒരു ഗെയിമിങ് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ വീണ്ടും പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ഈ ഗെയിമിങ്ങിൽ ഞാൻ ഫൈറ്റ് ചെയ്ത് ജയിക്കുമോ അതോ നമ്മുടെ ഗ്രാനി അമ്മൂമ്മ ഫൈറ്റ് ചെയ്ത് ജയിക്കുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. യെസ്, അങ്ങനെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് എന്താവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസമായി ഞാൻ ഈ ഗെയിമിംഗ് ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗെയിമിങ്ങിലോട്ട് പോവുകയാണ്. സ്കിപ്പ് ഇൻട്രോ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കാരണം കൊണ്ട് ഇൻട്രോ ഞാനത് വെക്കുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഡേ വൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ നോക്കാം എന്താവും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. യെസ്, ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് തകർക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കട്ടെ, കുറേ ദിവസമായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്കതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളിലൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ. പക്ഷേ ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഞാനീ പറയുന്നതിൻ്റെ എതിരായിട്ട് ഗ്രാനിത്തള്ള വന്നിട്ട് പെടക്കാറ് കേട്ടോ. കാരണം അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഈ ഒരു വാശിയിലാണ് വരുന്നതെന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അന്ന് എങ്ങനെയാണെങ്കിലും ഞാൻ മുന്നിലോട്ട് കയറി ചെല്ലുന്നത് മറ്റേ ഗ്രാനിയുടെ തൊള്ളയിലോട്ടായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം എന്താവും എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഏതുവരെ എത്തും, അല്ലെങ്കിൽ ഗെയിമിങ്ങിനൊരു ഫിനിഷിങ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വാതിൽ തുറക്കുകയാണ്. ഈ വാതിൽ തുറക്കുമ്പോൾ മിക്കവാറും ഞാൻ അമ്മച്ചിനെ കാണാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഇല്ല, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. നോക്കാം, ഈ വഴിക്ക് വേറെ എവിടെ ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഈ വഴി എത്തി. ഓ ഷിറ്റ്, ഞാൻ പറഞ്ഞില്ലേ. ഓ മൈ ഗോഡ്, പിന്നാലെ ഉണ്ട്. കേറിപ്പോ. ഞാൻ പറഞ്ഞതാണ്, മിക്കവാറും അമ്മൂമ്മ ഈ വഴിക്ക് എവിടുന്നെങ്കിലും വരാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞത് വെറുതെ ആയില്ല. മിക്കവാറും അമ്മച്ചി എന്നെ ഇവിടെ വന്ന് തല്ലിക്കൊല്ലും തോന്നുന്നു. ഷിറ്റ്. ഓ ഷിറ്റ്, ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. അയ്യോ, ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയിരുന്നെങ്കിൽ ലിഫ്റ്റ് വന്നിരുന്നെങ്കിൽ. ലിഫ്റ്റ് വാ. ഓ ഷിറ്റ്, അത് കയറിപ്പോയി. പണിപാളി. അമ്മച്ചി. ഓ ഷിറ്റ്. ഓ മൈ ഗോഡ്. വാ. ലിഫ്റ്റ് വാ. ലിഫ്റ്റിലാണ് ആകളുടെ ഒരു പ്രതീക്ഷ. യെസ്. ഓ ഷിറ്റ്. ഇപ്രാവശ്യം കയറാൻ പറ്റിയില്ല. മിക്കവാറും എന്താവും. നോക്കട്ടെ. നോക്കട്ടെ. കാണുന്നില്ല. നോക്കാം. എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഓ ഷിറ്റ്. അയ്യോ, ഓ മൈ ഗോഡ്. വന്ന് പേട്ടത്തള്ള വന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇണങ്ങിക്കഴിഞ്ഞ പണി പാളും. എന്താ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അത്രയും ദിവസത്തെ ആ ഒരു ഇതിൻ്റേതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതേ പോകുന്നു. ഓ മൈ ഗോഡ്. എന്താ ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലോ. ഇതാണ് പ്രശ്നം. നമ്മളൊന്ന് കളിച്ചൊന്ന് ലെവലാക്കാൻ നിൽക്കുന്ന സമയത്ത് എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ പേട്ടത്തള്ള വരും. പിന്നെ തിരിച്ച് പോവാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് റിട്ടേൺ ഇതുവരെ പോയിട്ടില്ല. അമ്മൂമ്മ
ഓ ഷിറ്റ് 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 കണ്ട കണ്ട അതേ ഇരിക്കുന്നു. അയ്യോ 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 അമ്മച്ചി കൈയിട്ട് പിടിക്കല്ലേ അമ്മച്ചി. അമ്മച്ചി പോ അമ്മച്ചി, വേറെ വല്ല വഴിക്കും പോതള്ളേ. അയ്യടാ ഇപ്പം ഇറങ്ങട്ടെ, ഇപ്പം ഇറങ്ങ അടി നിൽക്കി. അയ്യോ എൻ്റെ തൊള്ള വന്നു കഴിഞ്ഞാലേ തലക്കടിച്ച് കൊല്ലാനുള്ള പരിപാടിയാ. അങ്ങനെയൊന്നും ഞാൻ ഇറങ്ങില്ല പൊന്നെ തള്ളേ. നിങ്ങളല്ല, നിങ്ങളെ അപ്പാപ്പൻ മറ്റേ ഗ്രാനപ്പൻ വന്നാൽ പോലും നടക്കില്ല എന്നൊക്കെ ഞാൻ പറയും. എന്നാലും ചെറിയൊരു പേടിയുണ്ട് താനും. അടങ്ങാനുണ്ടോ എന്നുള്ളത് അറിയാൻ എന്തൊരു വഴി? പോയാ പോയെന്ന് തോന്നുന്നു, കാണാനില്ല. എന്നാലും കൺഫ്യൂഷനാണ്. മിക്കവാറും ആ വാതിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഒളിച്ച് നിൽക്കുന്നുണ്ടാവും. ഞാനങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? രണ്ട് കളിപ്പിച്ചാണ്ട് പോവാം. ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത്, ഇല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. എന്തായാലും പുറത്തോട്ടാണ് പോയിട്ടുള്ളത് തോന്നുന്നു. അപ്പോൾ പുറത്തോട്ടാണ് ഞാനും ഇറങ്ങിപ്പോയി നോക്കാം. മിക്കവാറും പുറത്ത് ഈ എലികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ചത്തു പോകട്ടോ. എന്നാലും പുറത്തിറങ്ങി നോക്കാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഈ പന്ന എലികളാണെങ്കിൽ അതിൻ്റെ വേറെയുണ്ട്. യെസ്, വണ്ടിയിൽ വല്ല കാച്ചെടുക്കുക. ഒരു കുന്തമല്ല. ഇവിടെ എന്തോ ഇരിപ്പുണ്ടല്ലോ, ഇവിടെ എന്തോ ഉണ്ട്. സ്റ്റോണൊക്കെ കുറേ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിലൊന്നും ഒരു രക്ഷയില്ല. പക്ഷേ ഇതിങ്ങനെ പുറത്ത് കിടന്ന് കറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അകത്ത് കേടിയാലല്ലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇനിയിപ്പോൾ ഈ വഴിക്ക് എവിടെയെങ്കിലും കാണുമോ എന്നുള്ളതാണ് അറിയാത്തത്. നോക്കട്ടെ. എന്തായാലും നല്ലൊരു ഓ ഷിറ്റ്, എലി കടിച്ച് പെരട്ട എലി കടിച്ചു. മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഓ ഷിറ്റ്, എന്ത് പണ്ടടാ കടിച്ചത്? ഇതെന്തത്? ഹോൾഡ് റിമൂവ്. ഓ ഷിറ്റ്, എന്തിൻ്റെ ഉള്ളിലോ കുടുങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഞാനിവിടെ കിടന്ന് ചാവാനാണോ? എന്താണത്? യെസ്, അതെ, ചത്ത്. ശരിയാ, അമ്മച്ചി അവിടെ എന്തോ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലടി കിട്ടി. നമ്മൾ വിചാരിച്ച പോലെയല്ല ഇപ്രാവശ്യമാണെങ്കിലും. പക്ഷെ ആ ഒരു സാധനം ഞാൻ കണ്ടില്ലെന്നേ. എവിടെ ആയിരുന്നാണത് കിടന്നുണ്ടാവോ? കാല് ഹോൾഡ് ചെയ്ത് വെച്ചതാണ്. നമ്മളെ പണി ഒന്നാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ പിന്നെ അവിടെ നിന്ന് ഒരു അടി അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പണി തന്ന്. എന്തായാലും ഇപ്രാവശ്യം നല്ലൊരു പണിയാണ് തന്നിട്ടുള്ളത്. എന്തായാലും അതിലപ്പുറമുള്ളൊരു പണി ഗ്രാനി അമ്മമ്മക്ക് ഞാൻ കൊടുക്കുമെന്നുള്ളൊരു വാശിയിലാണ് പോകുന്നത്. ഇപ്രാവശ്യം ഇനി ആ ഒരു വഴിക്ക് പോകുന്നില്ല. എന്തായാലും മേലെ കയറി നോക്കിയോട്ടെ. മേലയിൽ എന്തെങ്കിലും കാണാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അമ്മൂമ്മ മേലെ ആയിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് പോയതല്ലേ. മേലെ എന്തെങ്കിലും മേലെ ഉണ്ടാവാൻ വഴിയുണ്ട്. നോക്കട്ടെ. മേലെ ഓ ഷിറ്റ്, മേലെ ഉള്ളത് ഗ്രാനിത്തള്ളയായിരുന്നു. വൈകാതെ വന്നെന്നെ തല്ലിക്കൊന്നു. ഗ്രാനിത്തള്ള എന്നെ തല്ലിക്കൊന്നു. എന്നെക്കാളും വാശിയാണെന്ന് തോന്നുന്നുണ്ട് തള്ളാന്. പക്ഷേ എന്തെങ്കിലും ഒരു ഉപാധിയൊക്കെ ഉണ്ടാവണ്ടായിരുന്നു. പക്ഷേ ഒരു ഉപാധിയില്ലാത്തൊരവസ്ഥയാണിത്. നമ്മൾ എങ്ങനെ കളിക്കാൻ നോക്കി കഴിഞ്ഞാലും പക്ഷെ അമ്മച്ചിയുടെ അണ്ണാക്കിലോട്ടാണ് പോകുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അങ്ങാത്തൊരു ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലതും ഉണ്ടോ നോക്കിയോട്ടെ. പാവുകുട്ടി പ്രാവശ്യം നമുക്ക് പാവുകുട്ടി എടുത്തിട്ട് പോയി നോക്കാം. അഗസ്റ്റ് കൂടെ അവിടെ കിടപ്പുണ്ട്. അഗസ്റ്റ് കൂടെ മേർജിക്കൂ. അഗസ്റ്റ് കൂടെ കബേർഡ് പാവുകുട്ടി കബേർഡ്. ഓ ബൈ ഗോഡ് പാവുകുട്ടിയുടെ എടുത്തത് റെഡി ആയില്ലെന്ന് തോന്നുന്നുണ്ടോ? ഓ വന്ദനം, നമസ്കാരം. പാവക്കുട്ടി എടുത്തത് തള്ള കടഞ്ഞു. തള്ള പഞ്ചായത്തിലൂടെ ഉണ്ടായിരുന്നു. ഹൃദയം തകർത്തു. പക്ഷേ അവിടെയും നമുക്ക് രക്ഷയില്ല.
കുറച്ച് ദിവസം നമ്മൾ പ്ലേ ചെയ്യാത്തതിൻ്റേതായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇപ്രാവശ്യം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് ആ ഗെയിമിങ്ങിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്തായാലും ഇതിവിടെ കിടക്കുന്നുണ്ട്. ഇനി ഞാൻ വീട്ടിലിടി നിന്നെ ഞാൻ ഈ തള്ളയെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തിച്ചിട്ട് ഞാൻ അടങ്ങി വരത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. മിക്കവാറും അമ്മച്ചി എൻ്റെ ബാക്കിലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയും വേഗം എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മച്ചി എന്നെ തല്ലി വെടുപ്പാക്കാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ആ പാവക്കുട്ടി എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഫൈനലി ലാസ്റ്റ് ഡേയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ വിചാരിച്ച ഒരു സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇപ്രാവശ്യവും എത്താൻ സാധിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഫൈനലി ഈ ഒരു ലാസ്റ്റത്തേൽ ഞാൻ എന്തായാലും അത് ഫിനിഷ് ചെയ്യും എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ള ഒരു പണ്ടടങ്ങിയിട്ടുള്ള ഒരു വാശിയിലൂടെയാണ് നമ്മുടെ ഫൈസു പോകുന്നത്. ഫൈസുവിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്ത് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഫൈസുവിനെ ഒരടി നീങ്ങാനുള്ള അവസ്ഥ ഓ മൈ ഗോഡ്. ഇപ്പോഴൊക്കെ എടുത്തെഴുതെങ്കിൽ അമ്മച്ചി എന്നെ കഥം ഹോകയാത്തി ഹേ ഹം എന്നും പറഞ്ഞുകൊണ്ട് തള്ളപ്പിടി എന്നെ തല്ലിക്കൊന്നേനെ. ഭാഗ്യം ഭാഗ്യം ഭാഗ്യം. ഒരൊറ്റ നിമിഷത്തെ സംഭവ വിപുലമായ നിമിഷമായിരുന്നു അത്. മിക്കവാറും അതെങ്ങാനും ഫ്ലോപ്പായിരുന്നെങ്കിലും അമ്മച്ചി എന്നെ തല്ലിക്കൊന്നേനെ. ഇങ്ങോട്ടാണ് ഏതൊരു വാതിൽ തുറന്നിട്ടുണ്ട്. ഈ വാതിൽ കട്ടിലും കിടക്കയൊക്കെ കാണുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടാവുമോ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ചില്ലറ പൈസ ഒക്കെ എന്തൊക്കെ കിടക്കുന്നുണ്ട്. അത് നിർത്താൻ ശരിയാവത്തില്ല എന്ന് തോന്നുന്നു. എന്തായാലും പുറത്തോട്ട് കിടക്കാം. അമ്മച്ചി എന്തായാലും പുറത്തോട്ടാണ് പോയിട്ടുള്ളത്. പുറത്തവിടെ കിടന്ന് കിടങ്ങട്ടെ തള്ളപ്പിടി. അടുത്ത വാതിൽ തുറക്കുമേ കാലമേ വന്നോട്ട് സ്നേഹ. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദ പവർഫുൾ എൻചീരിയൻ. ഇതെന്ത് പണ്ടാണോ? ചുമ്മാ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇതിനിടെ ഫ്യൂസൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഫ്യൂസുള്ള സ്ഥലത്തോട്ട് എങ്ങോട്ടെങ്കിലും പോയി നോക്കാം. ദിസ് വേ എങ്ങോട്ടാണ്? ഇവിടെ നമ്മൾ വീണ്ടും കുടുങ്ങിയിരിക്കുന്നു. ഇവിടെ നമ്മൾ താഴോട്ട് ചത്ത പോകത്തുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങനെ പോകാം. ഓ മൈ ഗോഡ്, അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും താഴയിലോട്ട് വീഴാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. വേറെ വഴിയൊന്നുമില്ലല്ലോ. വേറെ വഴി എന്ന് പറയുമ്പോൾ ഇതുവഴി എങ്ങോട്ടോ കയറി പോകാൻ പറ്റുമായിരുന്നു. നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി എങ്ങോട്ടോ കയറി പോയായിരുന്നു ഞാൻ. നോക്കട്ടെ കേട്ടോ പ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് നോക്കാം. എന്താവും എങ്ങോട്ടെങ്കിലും മേലെ എങ്ങോട്ടെങ്കിലും ഒക്കെ എത്താൻ വഴിയുണ്ട്. യെസ്, ഗോ. ഇങ്ങോട്ട് പോകണ്ട. ഇതെങ്ങോട്ടാ താഴോട്ട് പോകുന്നേ? മേലോട്ട് പോ. മേലോട്ട്. ഇതെന്തത്? വാട്ട് ഹാപ്പൻഡ്? എന്തോ പറ്റി? താഴോട്ടോ? നമുക്ക് മേലോട്ടല്ലേ പോകേണ്ടത്? എന്താ സംതിങ് ട്രബിൾ ആണല്ലോ. മേലോട്ട് പോകുന്നതിന് പകരം താഴോട്ട് കാണല്ലോ പോകുന്നത്. ഓ ഷിറ്റ്, അവിടെ എന്തോ മൂങ്ങയോ എന്തോ ഇരിപ്പുണ്ട്. എവിടെയോ? ഓ മൈ ഗോഡ് അമ്മച്ചി. ഓ ഷിറ്റ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗെയിമും വളരെ നല്ല രീതിയിൽ അവസാനിച്ചിരിക്കുന്നു. ഗ്രാനി അപ്പൂപ്പയും കൊച്ചുപ്പുകളും എല്ലാവരും വന്ന് നമ്മൾ സെല പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു വെടിവെച്ച് നമ്മളെ ഖതം ഹോകയാക്കാനുള്ള പരിപാടി നടന്നുകൊണ്ട് അപ്പോൾ ഓക്കെ ബഡീസ്, ഗെയിം ഓവർ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ബൈ.